Hello my lovely viewers, this is my first video and I'm excited to share more about myself. അപ്പോൾ തുടങ്ങല്ലേ? അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പാർവതി, ഞാൻ 12th പഠിക്കുന്നത്. ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ബോർഡ് എക്സാം ആണ് ഇപ്പോൾ നിയർലി. ആൻഡ് എല്ലാവരും ഇവിടെ ചോദിക്കുന്നുണ്ട് എന്താണ് ലെങ്തി വീഡിയോസ് ഒന്നും ഇടാത്തത്, എപ്പോഴും യൂട്യൂബ് ഷോർട്സ് മാത്രം എന്താണ് ഇടുന്നതെന്ന്. ഞാനിപ്പോൾ 2 months ആയതേ ഉള്ളൂ യൂട്യൂബിലേക്ക് ഒന്ന് കയറിയിട്ട്. അപ്പോൾ ഷോർട്സ് ആണ് ഇപ്പോൾ ഇട്ട് തുടങ്ങുന്നത്. ലെങ്തി വീഡിയോസ് ഇടാത്തതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ലൈക്ക് ഐ എം സ്ട്രെസ്ഡ് അബൌട്ട് അപ്കമിങ് ബോർഡ് എക്സാം. അപ്പം അതിൻ്റെ ഒരു പട്ടികയാണ് ഞാൻ ഇരിക്കുന്നത്. പടി എന്നുള്ള വീട്ടിൽ പ്രഷർ ആൻഡ് മൊത്തത്തിൽ ഈ ബോർഡ് എക്സാം ഒരു സ്ട്രെസ്സിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ബോർഡ് എക്സാംസ് എല്ലാം ഓവറായി കഴിയുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വീക്ക്ലി ട്വൈസ് വീഡിയോ ഇടാമെന്ന്. പക്ഷെ അങ്ങനെ ഡെയിലി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് സ്വന്തമായിട്ട് ഫോണില്ല. അപ്പോൾ ക്ലാരിറ്റി ഉള്ള ഫോണിൽ മാക്സിമം ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല. അത് എന്താ, നമ്മൾ ഒറ്റപ്പെട്ട് ജീവിച്ചു വരണം എന്നൊക്കെ പറയുന്ന തൊട്ട് എൻ്റെ സ്കൂളേ ഒരു വേസ്റ്റ് സ്കൂളാണ്. ഞാൻ ഫെയർവെല്ലിന് പോലും പോയിട്ടില്ല, കാരണം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. അപ്പം സ്കൂളിലും മൊത്തം സ്നേക്ക് എന്നൊക്കെ പറയാം, ഫ്രണ്ട്സും കൂടുതൽ. പിന്നെ കയ്യിൽ എണ്ണാൻ പറ്റുന്ന വേറെ ക്ലാസ്സിൽ നിന്നും എൻ്റെ ക്ലാസ്സിൽ നിന്നൊക്കെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ളു എനിക്ക്. നമ്മൾ ഒറ്റയ്ക്കാണ് ജനിച്ചത്, അതുപോലെ നമ്മൾ മരിക്കുന്നതും ഒറ്റയ്ക്കായിരിക്കും. നമ്മൾ മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, ആരുടെയും സപ്പോർട്ട് അല്ല എല്ലാവരും വേണം അങ്ങനെ തോട്ടേ എനിക്കില്ല. പിന്നെ നമ്മൾ സെൽഫ് ലവ്, അതാണ് മസ്റ്റ്. പിന്നെ നമ്മളെ കൂടുതലും ചിരിച്ച് കാണിക്കുന്നവരെ നമ്മൾ ഒരു 90% ആൾക്കാരെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല, അവർ ഫേക്ക് ആയിരിക്കും. പിന്നെ എൻ്റെ ലൈഫിൽ April 6 നടന്നൊരു ഇൻസിഡൻറ്റ്, ഒരു വേഴ്സ്റ്റ് പേഴ്സൺ കാരണം. അപ്പം ആ ഒരു കാരണത്താൽ എനിക്കെല്ലാം ഒരു വാശിയായി, എന്തെങ്കിലുമൊക്കെ ആകണം, ഒരു ഫെയിം ക്രിയേറ്റ് ചെയ്യണം, നല്ല രീതിക്ക് ഒരു ഫെയിം ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് എന്നെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ആ ഒരു പേഴ്സൺ കാരണം ആ ഒരു ഇൻസിഡൻറ്റ് ക്രിയേറ്റ് ആയതിൽ എനിക്കത് ടേണിംഗ് പോയിന്റ് ആണ് എൻ്റെ ലൈഫിലെ. ലൈക്ക് എന്തെങ്കിലുമൊക്കെ ആകണമെന്നുള്ള ഒരു സംഭവം അങ്ങോട്ട് കൂടി. ഒന്നല്ല എന്ന് നമ്മൾ കരുതാൻ പാടില്ല, നമ്മളെ കൊണ്ട് എല്ലാം പറ്റും. അപ്പം ഞാൻ എൻ്റെ ഒരു ലൈഫിലെ മോട്ടിവേഷൻ ആയിട്ട് എൻ്റെ ഓരോ ഇൻസിഡൻസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാവരെ കൊണ്ടും എല്ലാം പറ്റും. അപ്പോൾ എൻ്റെ ഒരു ലൈഫ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി ടഫാണ്. എന്നാൽ ഞാനത് എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് ഹാപ്പിനെസ് മൈ ഓൺ വേയിൽ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ എന്നെ ഹാപ്പി ആക്കാനാണ് നോക്കുന്നത്. ഇപ്പം എന്താ പറയുക, നെഗറ്റീവ് ഒരു പോസിറ്റീവ്, ഞാൻ എന്നെ ഹാപ്പി ആക്കാൻ നല്ല രീതിക്ക് ശ്രമിക്കുന്നുണ്ട്. എന്നെപ്പറ്റി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് തീരുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ബോർഡ് എക്സാം ആണ്. അതുകൊണ്ട് ബോർഡ് എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോസ് ഇടാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ അപ്കമിങ് വീഡിയോസ്.